ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ പുളിങ്ങാം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ജാഗ്രത 2026 ഭാഗമായി ഡെങ്കിപ്പനിക്കെതിരെ തോട്ടങ്ങളിലേക്ക് നീങ്ങാം ക്യാമ്പയിന് തുടക്കമായി. ചെറുപുഴ പാക്കഞ്ഞിക്കാട് നടന്ന പരിപാടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന വില്യം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് വി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അശ്വതി എസ് എന്നിവർ സംസാരിച്ചു. 25-26 തീയതികളിൽ തോട്ടങ്ങളിലേക്ക് ക്യാമ്പയിൻ തുടരും. വേനൽ മഴ തുടങ്ങിയതിനാൽ റബ്ബർ, കവുങ്ങ് തോട്ടങ്ങളിൽ ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുക് കൂത്താടികൾ പരിശോധനയിൽ കണ്ടെത്തി. ആരോഗ്യ ജാഗ്രതാ പരിപാടിയുടെ ഭാഗമായി ഏപ്രിൽ 25 ശനിയാഴ്ച മലമ്പനി ദിനത്തിൽ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ പരിശോധനയും മലമ്പനി നിർണയ പരിശോധനയും നടത്തും. മെയ് 1 മുതൽ 15 വരെ ഊർജിത കൊതുക് നിവാരണ പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിൽ രൂപീകരിച്ച ഹെൽത്ത് സ്ക്വാഡ് മുഴുവൻ വീടുകളും പരിശോധന നടത്തും. ഡെങ്കിപ്പനി പോലുള്ള പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ വീടുകളിലും പരിസരങ്ങളിലുമുള്ള കൊതുക് ഉറവിടങ്ങൾ നീക്കം ചെയ്യണമെന്ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പുളിങ്ങാം FHSE മെഡിക്കൽ ഓഫീസറും അഭ്യർത്ഥിച്ചു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ പ്രവർത്തകർ മുമ്പൊന്നും ഇല്ലാത്തതിനേക്കാൾ വളരെ ജാഗ്രതയോടുകൂടി ആരോഗ്യ പരിപാലന രംഗത്ത് പ്രാക്ടിക്കലായും ബോധവൽക്കരണമായും മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ മാസമൊക്കെ നല്ല ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുകയുണ്ടായി. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഈ മഴക്കാല പൂർവ്വ രോഗ വരുന്നതിനെ തടയുന്നതിനുള്ള പരിപാടി എന്നുള്ള നിലയിൽ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ തുടക്കം കുറിക്കുന്നത്. ഒരുപക്ഷെ അത് വിപുലമായൊരു പരിപാടിയായി നടത്താൻ സാധിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് ഏതായാലും ആരോഗ്യരംഗത്തെ ഒരു പരിപാടി മാറ്റിവെക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ തുടക്കം കുറിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഈ ഡെങ്കിപ്പനി ഉണ്ടാകാൻ പറ്റുന്ന കാലാവസ്ഥ ഈ വേനൽ മഴയിലാണ്. വേനൽ മഴ വന്ന് കുറച്ച് വെള്ളം അവിടെ ഇവിടെയൊക്കെ കെട്ടിയിരുന്നാൽ അതിനകത്ത് കൊതുക് വളരുന്നതിനും അത് വ്യാപനത്തിനും വളരെയേറെ സാധ്യതകളുണ്ട്. നമ്മളുടെ ചെറിയ ഒരു അശ്രദ്ധ ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഓരോ പൗരനും ഈ ആരോഗ്യ പരിപാലന രംഗത്ത് മാതൃകാപരമായ സമീപനവും പ്രവർത്തനവും നടത്തേണ്ട കാലഘട്ടമാണ്. അതിനനുസരിച്ചുള്ള എല്ലാവിധ സന്ദേശങ്ങളും പരിപാടികളും ആരോഗ്യ വകുപ്പ് നടത്തുന്നുണ്ട്. അതിന് നമ്മുടെയൊക്കെ അടിയുറച്ച പിന്തുണ കൊടുക്കുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രവർത്തകരും എല്ലാം നമ്മോടൊപ്പം അണിചേരുകയാണ്. ഈ അവസരത്തിൽ അവർക്കെല്ലാം പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. കാരണം നമ്മുടെ നാടിനെ ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് തുടക്കം